പരശുരാമൻ തന്റെ ദിവ്യമായ മള്ളുസമുദ്രത്തിലേക്കെറിഞ്ഞപ്പോൾ അതിന്റെ ഫലമായാണ് നമ്മുടെ കൊച്ചു കേരളം രൂപം കൊണ്ടതെന്നാണ് വിശ്വാസം. ശേഷം പരശുരാമൻ പരദേശങ്ങളിൽ സഞ്ചരിച്ചു ജനങ്ങളോട് കേരളത്തിൽ വന്ന് താമസിക്കാൻ അഭ്യർത്ഥിച്ചു. അദ്ദേഹത്തെ വിശ്വസിച്ചു നിരവധി പേർ അദ്ദേഹത്തിന്റെ ഒപ്പം കേരളത്തിലേക്ക് യാത്ര തിരിച്ചു. എന്നാൽ കേരളത്തിലെത്തിയ ജനങ്ങൾ വലിയൊരു പ്രശ്നം നേരിടേണ്ടതായി വന്നു. കേരളത്തിന്റെ മണ്ണും ജലസ്രോതസ്സുകളുമെല്ലാം അസംഖ്യം സർപ്പങ്ങളുടെ സാന്നിധ്യത്തോട് നിറഞ്ഞിരുന്നു. ഈ ഭീതിജനകമായ സാഹചര്യങ്ങൾ സഹിക്കാനാകാതെ അവിടെ താമസിക്കാനെത്തിയ ജനങ്ങൾ ഒടുവിൽ സ്വന്തം നാടുകളിലേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. അന്വേഷിച്ചെത്തിയ പരശുരാമനോട് ജനങ്ങൾ ഇപ്രകാരം അവരുടെ അവസ്ഥ വിവരിച്ചു. തീർച്ചയായും ഇതിനൊരു പരിഹാരം നാം കാണുന്നതാണ്. അതിനായി ഞാൻ എന്റെ ഗുരുനാഥനെ കാണാൻ ഇപ്പോൾ തന്നെ പുറപ്പെടുകയായി. ഇത്രയും പറഞ്ഞതിനു ശേഷം പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി അദ്ദേഹം നേരെ കൈലാസത്തിലേക്ക് യാത്ര തിരിച്ചു. പരമശിവനെ കാണാനായി. യാത്രാമധ്യേ നിരവധി തടസ്സങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നു. കൈലാസത്തോട് അടുക്കവേ ഭൂതഗണങ്ങളും യാത്രക്ക് ഭംഗമുണ്ടാക്കാൻ ശ്രമിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ചൈതന്യത്താൽ ഒരു ഭൂതഗണങ്ങൾക്കും അദ്ദേഹത്തിന്റെ അടുത്തെത്താൻ പോലുമായില്ല. അടുത്തത് ശിവന്റെ വാഹനമായ നന്ദിയാണ് പരശുരാമന് നേരിടേണ്ടതായി വന്നത്. എന്നാൽ പരശുരാമനെ കണ്ട മാത്രയിൽ നന്ദി വഴിമാറി നൽകി. അധികം വൈകാതെ ശിവഭഗവാന്റെ ദർശനം പരശുരാമന് ലഭിച്ചു. പരശുരാമന്റെ വിഷമം മനസ്സിലാക്കിയ ശിവൻ പരശുരാമനോട് ഇപ്രകാരം പറഞ്ഞു: വാസുകിയെ സേവിച്ചു പ്രസാദിപ്പിച്ചാൽ ഇതിനെല്ലാം പരിഹാരമുണ്ടാകും. ഒട്ടും വൈകാതെ പരശുരാമൻ വീണ്ടും കേരളത്തിൽ വന്നു വാസുകിയെ തപസ്സു ചെയ്തു. അതികഠിനമായ തപസ്സിന് ശേഷം വാസുകി പരശുരാമന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കേരളത്തിൽ സർപ്പങ്ങളുടെ അധിക സാന്നിധ്യവും ഉപ്പുകലർന്ന ജലവും മനുഷ്യർക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പരശുരാമൻ അറിയിച്ചു. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി ഭൂമിയെ മനുഷ്യവാസയോഗ്യമാക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. തീർച്ചയായും അങ്ങനെ ചെയ്യാം. പകരം കേരളത്തിലെ ജനങ്ങളോട് സർപ്പങ്ങളെ ഉപദ്രവിക്കാതെ അവർക്ക് വസിക്കാൻ കാവുകളുണ്ടാക്കി സംരക്ഷിക്കണമെന്ന് വാസുകി അരുൾ ചെയ്തു. ശേഷം കേരളത്തിലെ സർപ്പങ്ങളെല്ലാം കാടുകളിലേക്കും ഭൂമിയിലെ പൊത്തുകളിലേക്കും മാറി. വെള്ളത്തിലെ ലവണരസം പൂർണ്ണമായി ഇല്ലാതായി. അതുകൊണ്ട് ജനങ്ങളെല്ലാം തിരികെ കേരളത്തിലേക്കെത്തി. പരശുരാമനാകട്ടെ താൻ തപസ് ചെയ്തിരുന്ന സ്ഥലത്ത് നാഗരാജാവിനെയും നാഗയക്ഷയക്ഷിയെയും പ്രതിഷ്ഠിക്കുകയും പരിവാരങ്ങളായ മറ്റു അനേകം സർപ്പങ്ങളെ കുടിയിരുത്തുകയും ചെയ്തു. ഈ കാവ് സംരക്ഷിക്കാനും പൂജാതി കർമ്മങ്ങൾ ചെയ്യുവാനായി കാവിന്റെ അതിരിനകത്തു തന്നെ ഒരു ഗൃഹം പണിയിച്ചു. ഒരു ബ്രാഹ്മണ കുടുംബക്കാരെ അവിടെ താമസിപ്പിച്ചു. ആ ഇല്ലക്കാരെയാണ് ഇപ്പോൾ മണ്ണാർശാല നമ്പ്യാതിരിമാർ എന്ന് പറഞ്ഞു വരുന്നത്. ശേഷം പരശുരാമൻ തപസ്സിനായി പോയി.